അതെന്തിനാ? സൗദി അറേബ്യയിലെ മഹാഭൂരിപക്ഷവും മുസ്ലിങ്ങളാണ്. അറേബ്യൻ മേഖലയിലെ ഭൂരിപക്ഷം മുസ്ലിങ്ങളാണ്. ഈജിപ്തിലെ 92% മുസ്ലിങ്ങളാണ്. സിറിയയിലെയും ഇറാഖിലെയും 92% മുസ്ലിങ്ങളാണ്. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഇന്തോനേഷ്യയിലും ഒക്കെ സ്ഥിതി അത് തന്നെയാണ്. ആഫ്രിക്കൻ മേഖലയിലെ മുസ്ലിം നാടുകളുടെയും സ്ഥിതി അത് തന്നെയാണ്. എന്തേ? അവിടെ അള്ളാഹുവിന്റെ നിയമം നടപ്പിലാക്കുന്നതിന് തടസ്സം. ഇവിടെ നമ്മളൊരൽപ്പം മാറി ചിന്തിക്കേണ്ടതുണ്ട്. ലോകം ഒരു ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിന് വേണ്ടത് നന്മയല്ല, തിന്മയാണ്. ലോകത്തിന്റെ ഭരണാധികാരികൾക്ക് വേണ്ടത് ഗുണമല്ല, ദോഷമാണ്. ഭരണാധികാരികളെ കൊണ്ടുവരുന്നതും ഭരണാധികാരികളെ പുറത്താക്കുന്നതും സമ്പന്നരാണ്, മുതലാളിമാരാന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. മലപ്പുറത്തോ കോഴിക്കോട്ടോ ഒക്കെ ഉള്ള ആരെങ്കിലും കുറിച്ചാണ് ഞാൻ പറയുന്നത്. മുതലാളിമാരെന്ന് പറഞ്ഞാൽ ലോകത്തിലെ വലിയ വലിയ, ഇന്ത്യയിലുണ്ട് അങ്ങനത്തെ വലിയ കോടീശ്വരന്മാർ. ആരൊക്കെ ഞങ്ങൾ പറയാറില്ലേ, ഇന്ത്യയിൽ ആര് പ്രധാനമന്ത്രിയാകണമെന്ന് തീരുമാനിക്കുന്നത് ഇന്ന ആളാണ്, അല്ലെങ്കിൽ ഇന്ന ആളാണ്. ഒന്നുകിൽ ജ്യേഷ്ഠനാണ്, അല്ലെങ്കിൽ അനുജനാണ്, അല്ലെങ്കിൽ അവർ രണ്ടാളും കൂടിയാണ്. പേര് ഞാൻ പറയണ്ടല്ലോ. ആരാണ് ഇന്ത്യയെ ഭരിക്കേണ്ട പ്രധാനമന്ത്രി എന്ന് തീരുമാനിക്കൽ അവരാണ്. അങ്ങനെ ലോകത്തുള്ള മുഴുവൻ ഭരണാധികാരികളെയും കൊണ്ടുവരുന്നതും പുറത്താക്കുന്നതുമൊക്കെ മുതലാളിമാരാണ്. മുതലാളിമാരുടെ മുതല് കൂട്ടാൻ എന്താ വഴി, അതേ അവർ ചിന്തിക്കൂ. ആ മുതല് കൂട്ടാൻ, കൂടുതൽ ഉണ്ടാക്കുവാൻ അനുകൂലമായ നിയമങ്ങൾ അവരുണ്ടാക്കും. ആ നിയമങ്ങളുടെ പിന്നാലെ പാവങ്ങൾ നമ്മൾ ഒന്നിച്ചോടും. നമുക്കതല്ലേ അറിയൂ. നമുക്കാകെ ഇപ്പോൾ ഒരു ഇലക്ഷൻ വരികയാണെങ്കിൽ ഒരു ഗുണവും എനിക്കില്ലെങ്കിൽ ശരി, ഞാനും ചാടും. എനിക്കതുകൊണ്ട് ഒരു നേട്ടവും ഇല്ലെങ്കിലും ഈ റോട്ടിലൂടെയൊക്കെ ഞാനും എൻ്റെ എല്ലാ എനർജിയും എൻ്റെ ശക്തിയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞാനും വിളിക്കും. എന്താ വിളിക്കുന്നത്, എവിടെയാ വിളിക്കുന്നത്, എന്താ ഇതുകൊണ്ടുള്ള ഗുണം ആരും ചിന്തിക്കാറ്. ഏതെങ്കിലും 4 ആൾക്കാർക്ക് മന്ത്രിയാകാം. മന്ത്രിയായാൽ ആൾക്ക് രാജാവിനെ പോലെ വിലസാം. രാജാവിന്റെ എല്ലാ സൗകര്യങ്ങളും മൂപ്പർക്കുണ്ടാവും. ഏകാധിപതികളായ രാജാക്കന്മാർ എന്തെല്ലാം തോന്നിയവാസങ്ങൾ ലോകത്ത് നടത്തിയോ അതൊക്കെ ഈ മന്ത്രിമാരും നടത്തും. അങ്ങനെ കുറച്ച് ആളുകൾക്ക് മന്ത്രിമാരായി ചോദിക്കാൻ അവസരമുണ്ടാക്കാൻ എന്തിനാ നാട്ടുകാരെ നമ്മൾ ഈ ഒച്ച ഉണ്ടാക്കുന്നത്? ഒന്നും ഉണ്ടാതെ അവിടെ ഇരുന്നൂടെ? എല്ലാവരും ഇലക്ഷൻ പ്രഖ്യാപിച്ചു. ഇന്നേടത്ത് ഇന്ന ആൾ ആരാണ്, KT അബ്ദുറഹീം. ശരി, അയാൾ. അപ്പുറത്ത് ആരാണ്, അപ്പുറത്തെ KT അബ്ദുറഹ്മാൻ. ഓല് രണ്ടാളും മത്സരിക്കുക. നമ്മളെന്തിനാ ഒച്ച ഉണ്ടാക്കണത്? ഏതെങ്കിലും ഒരുത്തും ജയിക്കൂലേ? 3 ആളെ ആകെ വോട്ട് ചെയ്തുള്ളൂ എങ്കിൽ ഒരാൾക്കും 2 വേറൊരാൾക്കും ജയിച്ചല്ലോ. പിന്നെ നമ്മളെന്തിനാ ഒച്ച ഉണ്ടാക്കുന്നത്? 2 വോട്ട് കിട്ടിയോ ജയിച്ചില്ലേ? എവിടെ ജനാധിപത്യം? ജനാധിപത്യമാണോ ഇന്ത്യയിലുള്ളത്? മലപ്പുറം നിയോജക മണ്ഡലത്തിൽ 3 സ്ഥാനാർത്ഥികളിൽ നിന്ന് മത്സരിച്ചു. സങ്കല്പിക്കുക, ഒരു സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് 75,000, മറ്റേ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് 76,000, മൂന്നാമത്തെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് 77,000. ആരാ ജയിച്ചത്? 77,000 വോട്ട് കിട്ടിയ ആള്. 75ഉം 76ഉം എത്ര കൂട്ടങ്ങൾ? എത്ര വോട്ട് അയാൾക്കെതിരാ വോട്ട് ചെയ്തത് തന്നെ? പിന്നെ എങ്ങനെ ജനാധിപത്യം? ജനങ്ങളിലെ മഹാഭൂരിപക്ഷം അയാൾക്കെതിരല്ലേ? എന്നിട്ടും പാർലമെന്റിലോ അല്ലെങ്കിൽ അസംബ്ലിയിലോ അയാൾ പോയില്ലേ? എന്ത് ജനാധിപത്യമാണ് നിങ്ങൾ ജനങ്ങളോട് ഈ പറയുന്നത്? 75ഉം 76ഉം 1,51,000 വോട്ട് അയാൾക്കെതിരിൽ. അയാൾക്ക് ആകെ 77,000 ആൾക്കാരുടെ പിന്തുണ. 1,56,000 വോട്ട്. 1,50,000 എത്ര? 75 1,51,000 അല്ലേ? 1,51,000 വോട്ട് അയാൾക്കെതിരിൽ. വോട്ട് ചെയ്യാത്ത 40% പേരെയും. പിന്നെ എന്ത് ജനാധിപത്യ ജനങ്ങളോട് ഈ പറയുന്ന നിങ്ങൾ? ആരുണ്ടാക്കിയ ജനാധിപത്യം? പക്ഷെ ഇതാര് ചോദിക്കും? ചോദിക്കാൻ പാടില്ലല്ലോ. കാരണം അപ്പുറത്തുണ്ടാവും മറ്റവങ്ങനെ നിൽക്കുന്നു, മറ്റേ ഇതുമായിട്ട് പിടിച്ചുകൊണ്ടുപോകാനേ. കാരണം ഓൻ പറയണതല്ല പറയാൻ പാടില്ലല്ലോ ഇവിടെ. അതിനങ്ങനത്തെ ആൾക്കാരെ വേറെ തെരഞ്ഞെടുക്കണം. ചില ആൾക്കാർ നിങ്ങൾ പറയുന്നത് പറയില്ല,
അവർക്ക് മനസ്സിലായതേ അവർ പറയുള്ളൂ. ആ കൂട്ടത്തിൽ എന്നെ എണ്ണിയാൽ മതി. ഇതല്ലേ നമ്മുടെ രാജ്യം, നമ്മുടെ നാട്. പിന്നെ അവിടെ നമ്മളെന്തെങ്കിലും ഒച്ച ഉണ്ടാക്കണം. രാഷ്ട്രീയക്കാരുടെ പിന്നാലെ നാട്ടുകാർ പോകുന്നില്ലെങ്കിൽ രാഷ്ട്രീയക്കാർ അവിടെ അവസാനിക്കില്ലേ? അവർക്ക് രാജാക്കന്മാരാകാൻ നമ്മൾ എന്തൊരു സൗകര്യം ചെയ്തു കൊടുക്കണം. എന്നിട്ട് നമ്മൾ പറയണം, വരണം. ഇവിടെ ഏകാധിപത്യമോ ജനാധിപത്യമോ അല്ല വിഷയം. ഇവിടെ നീതിയും അനീതിയുമാണ് വിഷയം. ഇവിടെ അക്രമവും ക്രമവുമാണ് വിഷയം. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന നീതിയാണോ? നീതി അല്ലെങ്കിൽ തീർച്ചയായും ആ രാജ്യത്ത് നടക്കുന്ന അനീതിയാണ്. അനീതിയുടെ പിന്നാലെ പോകുമ്പോൾ അക്രമങ്ങളുണ്ടാകും, കലഹങ്ങളുണ്ടാവും, കലാപങ്ങളുണ്ടാകും. നീതിമാനായ ഭരണാധികാരിക്ക് ആരെയും ഭയപ്പെടേണ്ടതില്ല. അനീതി കാണിക്കുമ്പോൾ എല്ലാവരെയും ഭയപ്പെടേണ്ടി വരും. നീതിമാനായ ഭരണാധികാരിക്ക് നടുറോട്ടിലൂടെ നടന്നു പോകാൻ കഴിയും. അനീതി കാണിക്കുന്നവന് പോകാൻ കഴിയില്ല. അവന് മുമ്പിലും പിന്നിലുമൊക്കെ സൈന്യം ഉണ്ടാകേണ്ടി വരും. അവനെ കൊണ്ടുപോകാനും കൊണ്ടുവരാനും ആള് വേണ്ടി വരും. അവന് മൂത്രമൊഴിക്കുന്നിടത്തും വേണ്ടി വരും പാറാവുകാര്. കഞ്ഞി കുടിക്കുന്നിടത്ത് വേണ്ടി വരും. അവന്റെ വീട്ടിൽ ഉറങ്ങണമെങ്കിലും അവന്റെ മുമ്പിൽ പാറാവുകാര് വേണ്ടി വരും. ഒന്നും ആവശ്യമില്ല. ലോകത്തെ കിടിലം കൊള്ളിച്ചു ഭരണം നടത്തിയെന്നൊക്കെ ആളുകൾ പറയാറില്ലേ? മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാവൽക്കാരനാരായിരുന്നു? ആകെ ഉമറെ നിനക്ക് മരിക്കണം കേട്ടോ എന്ന് പറയാൻ ഒരാളോട് ഏർപ്പാട് ചെയ്തിരുന്നു. കാണുമ്പോഴൊക്കെ ഉമറെ മരിക്കണം കേട്ടോ നിനക്ക്. താടി നരച്ചപ്പോ പറഞ്ഞിട്ട് അത് പറയണ്ട. കാരണം താടി നരച്ച താടി ഞാൻ കണ്ണാടിയിൽ നോക്കുമ്പോഴൊക്കെ ഈ നര എന്നോട് പറയുന്നു നീ മരിക്കും. വേറൊരു മനുഷ്യൻ മൂപ്പരെ നോക്കാൻ അവിടെ ഉണ്ടായില്ല. ഉണ്ടായോ? ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നും ജനങ്ങൾക്കിടയിലൂടെ സൈക്കിൾ ചവിട്ടിപ്പോകുന്ന ഒരു ഭരണാധികാരി ഉണ്ടെങ്കിൽ അത് ഇറാനിലെ പ്രസിഡന്റ് മാത്രം. തെഹ്റാൻ പട്ടണത്തിലൂടെ ജനങ്ങളുടെ കൂടെ സൈക്കിളും ചവിട്ടി മോട്ടോർ സൈക്കിളല്ല സൈക്കിൾ ചവിട്ടി പോകുന്ന ഒരു പ്രസിഡന്റ് ഉണ്ടെങ്കിൽ അത് ഇറാനിലെ പ്രസിഡന്റ്. എന്തേ അദ്ദേഹത്തിന് അങ്ങനെ പേടിയില്ലാതെ പോകാൻ തോന്നിയത്? അദ്ദേഹം ഒന്നും സമ്പാദിച്ചില്ല, അദ്ദേഹം അക്രമം ചെയ്തതുമില്ല. കഴിവതും നീതിയുടെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നു. അത് പൊളിക്കാൻ വേണ്ടി ഭൂലോകത്തുള്ള എല്ലാ ഏകാധിപതികളും ശ്രമിച്ചു. പക്ഷെ പൊളിഞ്ഞിട്ടില്ല ഇതുവരെ. പൊളിക്കവര്. നമ്മൾ പറയുന്നത് മനുഷ്യനിർമ്മിത ഇഷ്ടങ്ങൾ പരാജയപ്പെട്ടു പോയി. ഇനിയാണ് വിഷയം. മനുഷ്യനിർമ്മിത ഇഷ്ടങ്ങൾ, മനുഷ്യനിർമ്മിത പ്രസ്ഥാനങ്ങൾ പരാജയപ്പെട്ടു പോയി. മനുഷ്യനുണ്ടാക്കിയതാണ്, അതുകൊണ്ട് തന്നെ അത് പരാജയപ്പെടണം. ഏറ്റവും ശാസ്ത്രീയമായി നിലവിൽ വന്ന ഒരു വലിയ പ്രസ്ഥാനം ഭൂഗോളത്തിന്റെ 44% ഭൂപ്രദേശവും 42% മനുഷ്യരെയും സ്വാധീനിച്ചു എന്ന് അവകാശപ്പെടുന്ന, പറയേണ്ടത് അത്രയും പ്രദേശം പിടിച്ചെടുത്തു എന്നാണ്. പക്ഷെ അവര് പറയുന്നത് ഞാൻ പറയാം. അവകാശപ്പെടുന്ന ആ പ്രസ്ഥാനം 70 കൊല്ലം കഴിഞ്ഞപ്പോൾ ലോകത്ത് നിലനിൽക്കുവാൻ യോഗ്യതയില്ലാത്തതായി മാറി, തകർന്ന് തരിപ്പണമായി. അതിന്റെ മുമ്പ് തന്നെ മറ്റൊന്ന് തകർന്നു പോയിരുന്നു, ക്യാപിറ്റലിസം എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രസ്ഥാനം. പക്ഷേ അതിലെ മുതലാളിമാര് അതിന്റെ ഏകാധിപത്യ സ്വഭാവം സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവരെ അടിച്ചമർത്തി അവിടുന്ന് പിടുങ്ങിയെടുത്ത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള വിഭവങ്ങൾ അത് ശക്തി ഉപയോഗിച്ച് പിടിച്ചുകൊണ്ടുപോയി അവരുടെ രാജ്യത്ത് സൂക്ഷിച്ചു വെച്ചുകൊണ്ട് അതിനെ നിലനിർത്തുകയാണ്. ക്യാപിറ്റലിസമല്ല, മുതലാളിമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏകാധിപത്യം, താന്തോലിത്തം. ജനങ്ങൾ ഇത് രണ്ടിലും അസഹ്യം. ജനങ്ങൾ സഹിക്കാൻ കഴിയാത്ത വിധം അസഹ്യരാണ്. ജനങ്ങൾ മറ്റൊരു വെളിച്ചം പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷിക്കുന്ന വെളിച്ചം കാണിച്ചു കൊടുക്കേണ്ടത് പടച്ച തമ്പുരാന്റെ പ്രവാചകന്മാരുടെ അനുയായികളായ മുഅ്മിനുകളാണ്, മുസ്ലിങ്ങളാണ്. ഒരു പ്രവാചകന്റെ മാത്രമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ മാത്രമല്ല നമ്മൾ. ആദം നബി അലൈഹിസ്സലാം മുതൽ നോഹ് നബി അലൈഹിസ്സലാമിലൂടെ ഇബ്രാഹിം അലൈഹിസ്സലാമിലൂടെ കടന്നുപോന്ന മഹാന്മാരായ പ്രവാചകന്മാരുടെ കാൽപ്പാടുകൾ പിൻപറ്റി ജീവിക്കുന്നവരാണ്.
അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അതിന്റെ പൂർണ്ണ രൂപം നൽകിയെന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ പൂർണ്ണ രൂപം നൽകിക്കൊണ്ട് ഇനി അതിലേക്കൊന്നും കടത്തിക്കൂട്ടാനില്ലാത്ത വിധം, അതിൽ നിന്നൊന്നും എടുത്തു മാറ്റാനില്ലാത്ത വിധം അതിനെ സമ്പൂർണ്ണമാക്കുകയായിരുന്നു മുഹമ്മദ് നബി. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ആദം നബി അലൈഹിസ്സലാം തുടങ്ങിവെച്ച മനുഷ്യ സമൂഹത്തിന്റെ ചലനാത്മകമായ മേഖലകളിലൂടെ കടന്നു പോന്ന പ്രവാചകന്മാരുടെ മഹത്തായ മാതൃക, ആ മാതൃകയുടെ പൂർത്തീകരണം അൽയൗമ അക്മൽതു ലക്കും ദീനക്കും. നിങ്ങൾക്ക് പടച്ച തമ്പുരാൻ നൽകിയ ദീനില്ലേ ഇസ്ലാം, ആ ഇസ്ലാമിന്റെ പൂർത്തീകരണം ഇതാ ഇവിടെ ഇന്ന് നടക്കുകയാണ്. മക്കയിലെ ഹജ്ജത്തുൽ വദായിലെ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് നൽകിയ സംഭാവനയായിരുന്നു അത്. അള്ളാഹു നൽകിയത് ലോകത്തിന് എത്തിച്ചു കൊടുത്തു. ഇതാ എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മാതൃക, നോഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മാതൃക, മൂസ അലൈഹി ഇസ്ലാമിന്റെയും ഈസ അലൈഹി ഇസ്ലാമിന്റെയും മാതൃക, അതൊക്കെ ഇതിൽ നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ ലോകത്ത് പടച്ച തമ്പുരാന്റെ ദീൻ മനുഷ്യ സമൂഹത്തിന് എത്തിച്ചു കൊടുത്ത പ്രവാചകന്മാരുടെ മുഴുവൻ മാതൃക സ്വീകരിച്ചുകൊണ്ട് അതിന്റെ പൂർണ്ണരൂപമായ മുഹമ്മദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതൃക ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ആ മാതൃക നടപ്പിലാക്കിയ അബൂബക്കറിന്റെയും ഉമറിന്റെയും ഉസ്മാന്റെയും അലിയുടെയും അതിഗംഭീരമായ ഭരണ മാതൃക ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നിങ്ങളുണ്ടാക്കിയ എല്ലാവിധ പ്രസ്ഥാനങ്ങളും പരാജയപ്പെട്ടു, ഇനി ഇങ്ങോട്ട് തിരിച്ചു വരൂ എന്ന് പറയേണ്ടത് നമ്മളാണ്. അപ്പൊ നമ്മളിതിൽ വിഭാഗീയത കാണാൻ പാടില്ല. മതങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ മാറ്റി നിർത്തണം. മതവിശ്വാസികളും തമ്മിലുള്ള തർക്കം അവസാനിപ്പിക്കണം. എല്ലാ മതവിശ്വാസികളും ദൈവവിശ്വാസികളും അവരുടെ വിശ്വാസത്തിൽ എന്തുമാത്രം പോരായ്മകളുണ്ടെങ്കിലും ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ഒന്നിക്കണം. ദൈവിക ദർശനം അംഗീകരിക്കുന്നവരാണെങ്കിൽ ഒന്നിക്കണം. എന്നിട്ട് ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യ സമൂഹത്തെ ചൂഷണം ചെയ്യുന്ന മുതലാളി വർഗത്തിനെതിരിൽ, അതിനെ തന്നെ നമുക്ക് പറയാം സാമ്രാജ്യ ശക്തികൾക്കെതിരിൽ, എല്ലാവരും സാമ്രാജ്യ ശക്തിയാണ് കേട്ടോ. സാമ്രാജ്യ ശക്തി അറിയുമ്പോൾ നമ്മളെ കണ്ണ് നേരെ പടിഞ്ഞാട്ട് അമേരിക്കൻ മേഖലകളിലേക്കാ പോവുക. അതിനേക്കാൾ വലിയ സാമ്രാജ്യ ശക്തിയായിരുന്നു USSR. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തി അമേരിക്കയേക്കാൾ വലിയ സാമ്രാജ്യ ശക്തി USSR ആയിരുന്നു. അതൊക്കെ സാമ്രാജ്യ ശക്തികളാണ്. ആ സാമ്രാജ്യ ശക്തികൾക്കെതിരിൽ പടച്ച തമ്പുരാന്റെ ദർശനം, പ്രവാചകന്മാരിലൂടെ അവതീർണമായ ദർശനം, അത് ലോകത്തിന്റെ മുമ്പിൽ കാലഘട്ടത്തിന്റെ നാടിമെടുപ്പ് മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യ സമൂഹത്തിന് അംഗീകരിക്കാവുന്ന വിധത്തിൽ അതങ്ങട്ട് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത ഇന്ന് ലോകത്ത് ജീവിക്കുന്ന ഇസ്ലാമിസ്റ്റുകളുടേതാണ്. ആ വഴി അവർ സ്വീകരിച്ചാൽ തീർച്ചയായും ലോകത്തിന് അവർക്കൊരു ബദൽ സമർപ്പിക്കുവാൻ കഴിയും. അതല്ല ഏതെങ്കിലും ഒരു പക്ഷപാതിത്വത്തിലൂടെയാണ് പോകുന്നതെങ്കിൽ ആ പക്ഷപാതിത്വം വിജയിച്ചു എന്ന് വരും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മേൽക്കോയ്മ ഉണ്ടാകണം എന്ന മനസ്സോടുകൂടിയാണ് പോകുന്നതെങ്കിൽ അവർക്ക് മേൽക്കോയ്മ ഉണ്ടായി എന്ന് വരാം. പക്ഷേ അവര് നാഴികക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇസ്ലാം അതുണ്ടാവുകയില്ല. പടച്ചവന്റെ നിയമ സംഹിത അവിടെ നടപ്പിലാവുകയില്ല. ലോകത്ത് പടച്ചവൻ നമുക്ക് പറഞ്ഞു തന്ന നീതി നടപ്പിലാവുകയില്ല.